സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് ഞാനിപ്പം എണീറ്റതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒരു പരിപാടിയില്ല. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയൊക്കെ നടക്കാം ഗൈസ്. നമുക്കൊന്ന് കുളിക്കാം ആദ്യം. എന്തൊരു സുന്ദരമായ ഗൈസ്, പിന്നെ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി, ഞാൻ ഒരു കവാസാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കോയിൻസിക്ക് അങ്ങനെയൊക്കെ ഒരു സാധനം ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാർ എടുത്തുകൊണ്ടാണ് പോകുന്നത് ഗൈസ്. ചുമ്മാ കുളിച്ചിട്ടുണ്ട്, നമുക്ക് കാറിൽ കയറാം. മണ്ടയിലോട്ട് തുറക്കുന്ന കാറാണ്. അടിപൊളിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ചുമ്മാ കറങ്ങിടക്കാം ഗൈസ്. നമുക്ക് ഇതുവഴി പോവാം. കാരണം എല്ലാവരും അപ്പുറത്തൂടെയാണ് പോകുന്നത്, നമ്മൾ ഇപ്പുറത്തൂടെയാണ് പോകുന്നത് ഗൈസ്. ചുമ്മാ കറങ്ങി നടക്കാൻ പോവാണ്. എന്തോ സംഭവിക്കും, എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിക്കുമോ നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. ചുമ്മാ ഇപ്പുറത്തോട്ട് ഇങ്ങനെ വളച്ച് അമ്മച്ചി ഡോറ് പോയി. കൊള്ളാം. നമുക്കിങ്ങനെ സിറ്റിയിലോട്ട് ഇങ്ങനെ പോകാം ഗൈസ്. ഗായ്സ്, നിങ്ങളിത് കണ്ടോ ഗായ്സ്? നിങ്ങളിത് അയ്യോ ഇതെന്തത് ഗായ്സ്? ഗോഡ്സില. ആദ്യമായിട്ടാണ് ഗൈസ് ഗോഡ്സില നേരിട്ട് കാണുന്നത്. ഗായ്സ്, നമ്മുടെ നാടിനെ നശിപ്പിക്കൂ ഇല്ലയോന്ന് അറിഞ്ഞൂടാ ഗായ്സ്. അയ്യോ, ഫ്രണ്ട് പോയല്ലേ വണ്ടിയുടെ. കുഴപ്പമില്ല. അയ്യോ, ഇത്രയും വലിയ ഗോഡ്സിലെ ഫ്രണ്ട് ഇരിക്കുമ്പോഴാണ് വണ്ടിയുടെ കാര്യം നോക്കുന്നത്. എന്തുവാടി ഗൈസ്? അപ്പോൾ എന്തോ ചെയ്യണം? നമുക്ക് പോലീസ് വിവരം അറിയിക്കാം ഗൈസ്. പെട്ടെന്ന് പോയി പോലീസിന് വിവരം അറിയിക്കാം. ഇടുന്നോ ഒന്ന് സ്പീഡിൽ പാടി. പോലീസ് ആക്ഷൻ എടുക്കും എനിക്കറിയില്ല. അതോ റോഡിൽ കൂടെ പോകുന്നു ഗൈസ്. ഒരു 2 എണ്ണം പോകുന്നു. നമ്മുടെ വെള്ളയാ, അത് ചുവപ്പാ. നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട്. ആക്ഷൻ എടുക്കുമോയെന്ന് അറിയില്ല. നമുക്ക് കറക്കി എടുത്തേക്കാം. ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ നമ്മൾ തന്നെ ആക്ഷൻ എടുക്കും. അത് അറിയാലോ ഗൈസ്. അവിടെ കുഞ്ഞിപ്പുണ്ട്. സാർ, നമ്മുടെ സിറ്റിയിൽ ഗോഡ്സില വന്നിരിക്കുകയാണ്. ഗോഡ്സിലയോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. അവിടെ ഉണ്ട് സാർ. പിന്നെ പോടെ ചുമ്മാ. ആണ് സാറേ, ഏതോ സത്യമായിട്ടെന്തോ. ഗീസ് കാണുന്നില്ലല്ലേ? ശരി, ഞങ്ങൾ വരും. ബി കെയർഫുൾ. താങ്ക് യു സാർ. സാറുമാരെന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കറിയില്ല ഗൈസ്. എന്തോ ആകുന്നു. എന്തായാലും നമുക്കിനി പറയാനുള്ള നമ്മൾക്കിനി ആർക്കും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വെറുതെ അതിനടുത്തൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം. നമ്മളെ അറ്റാക്ക് ചെയ്യുമോ അത് നമുക്ക് നോക്കണം ഗൈസ്. എന്തിയടാ അത്? അതാ സർക്കിളിൻ്റെ നടുക്കൂടെ കറങ്ങാണ്. അമ്മച്ചി, ഇത് എന്തിയടാ ഇത്? ക്യാമറയും തിരിക്കാൻ പറ്റുന്നില്ല. എന്തിയടാ സാധനം ഗൈസ്? അത് അലറുന്ന ശബ്ദം കേട്ട്. അയ്യോ ദോ ഗൈസ്, ദോ വരുന്നു. അയ്യോ ഗൈസ്, നമ്മൾ ചത്തു. സോ ഗൈസ്, നമ്മൾ ചത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ അതിനെ കൊന്നിരിക്കും. സാറുമാരൊക്കെ എന്തൊക്കെയൊക്കെ പറയും ഗൈസ്. നമ്മൾ അതിനെ വക വയ്ക്കണോ വേണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
നമുക്ക് മിലിറ്ററി ക്യാമ്പിൽ ഒന്ന് പോയി നോക്കാം. അത് വേണ്ട, എന്നാൽ വേണ്ട ഗൈസ്. അത് നമ്മളെ അവർ വേണമെങ്കിൽ നമ്മളെ കൊല്ലും. അതത്രയ്ക്ക് വേണ്ട. നമുക്കൊന്ന് കൊല്ലാൻ ശ്രമിച്ചാലോ ഗൈസ്? നമുക്കതിനെ ഓടിച്ച് തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനടുത്തായിപ്പോയി, നമ്മളതിനെ കണ്ടില്ല. ഇതോ നിൽക്കുന്ന ഗൈസ്, നമ്മളെ കണ്ടില്ല. നമ്മൾ അടുത്ത് പോയാൽ നമ്മളെ അറിയൂ. ഇത്രയും വലുതായിട്ട് നമ്മളെ കാണുന്നില്ലല്ലേ. പോട്ടെ, അതാമതില്ല. നമ്മൾ ഈ ഗെയിമിൽ തന്നെ ഏറ്റവും ഫാസ്റ്റായ ബൈക്ക് അടിച്ചാണ് ഓടിക്കുന്നത്. കവാസാക്കി നിഞ്ചയാണ്. അതുകൊണ്ട് പെടത്തില്ല എന്നാണ് തോന്നുന്നത്. പാടാ ഗൈസ്, പാടാണ് ഗൈസ്. ഗൈസ് ഗൈസ് അയ്യോ 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 അയ്യോ, ദോ വരുന്നു. ഓടി 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 ഓടി. അയ്യോ, മരത്തിൽ ഒന്നും ഇടിക്കല്ലേ. ഈ സ്റ്റിയറിങ് അപ്പോഴേ പ്രശ്നമായിരുന്നു. അല്ലെങ്കിലേ പ്രശ്നമാണ് ഈ സ്റ്റിയറിങ്. ജുറാസിക് പാർക്കിൽ പോയാൽ അതിനിങ്ങോട്ട് പ്രശ്നം. നമുക്ക് ഇങ്ങോട്ടങ്ങ് പോയേക്കാം, മലയുടെ മണ്ടയിലോട്ട്. അയ്യോ ഗൈസ്, ദോ വരുന്നു. ഓ ഗൈസ്, ഇത് ഭയങ്കര സീനാണ്. അതെന്താണ് ഗൈസ് അവിടെ കെട്ടിടമൊക്കെ? പക്ഷെ നമ്മൾ നോക്കിട്ട് അത് നോക്കുന്നേ, പെട്രോൾ പമ്പായിരുന്നു. അയ്യോ ഗൈസ്, ദോ വരുന്നു. നമ്മൾ ഒന്നും നോക്കാതെ ഓടിപ്പോണം. നമ്മൾ ഭയങ്കര സ്പീഡിലാണ് പോന്നെ. എന്തേലുമൊക്കെ ചെയ്യണം. നമ്മൾ ദാ അപ്പുറത്തെ സിറ്റി എത്തി. നമുക്ക് ഈ ടണലിലോട്ടങ്ങ് കയറാം ഗൈസ്. അതിനത്രയ്ക്ക് സ്പീഡില്ല, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഗൈസ്, നമ്മൾ ടണലിനകത്തോട്ട് കയറിയിട്ടുണ്ട്. എന്ത് സംഭവിക്കും? അതോ മൂന്നാക്കിയത് അപ്പുറത്തോട്ടൊക്കെ പോകുന്നു. ഇങ്ങോട്ട് വരത്തില്ല ഗൈസ്. ഗൈസ്, ഈ റിസ്ക് നമ്മൾ എടുക്കുകയാണ്. അമ്മച്ചി, കുഴപ്പമില്ല. അയ്യോ, കാറി ഇടിക്കല്ലേ ഗൈസ്. നമ്മൾ ചത്തില്ലല്ലേ? അയ്യോ, ഓടിക്കോ നാട്ടുകാരെ, ഓടിക്കോണേ, എല്ലാവരും ഓടിക്കോണേ. ഗൈസ്, നമ്മൾ എൻ്റെ അമ്മ ലാവിച്ച് വീണ്ടും ഞെത്തുന്നു ഗൈസ്. എന്തായാലും നമ്മളതിനെ കൊല്ലും. ഇതിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണെന്നും തോന്നുന്നു ഒഴിവാകുന്നു, അറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ്റെ പുറകിൽ. ഇവരൊന്നും ചെയ്യുന്നില്ല ഗൈസ്, നമ്മൾ തന്നെ എല്ലാം ചെയ്യണമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ കലി അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടറിഞ്ഞ് കാണണം. കാരണം നമ്മൾ അതിനെ കൊല്ലാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ റോക്കറ്റ് ലോഞ്ചർ വെച്ച് അതിനെ കൊല്ലാൻ പോവുകയാണ്. നമ്മളെ ഒരു പ്രാവശ്യം കൊന്നതാണ് ഗൈസ്. നമ്മൾ റിവഞ്ച് എടുത്തിരിക്കും. എന്തിയാടാ? എന്തിയേ ഗൈസ്? പോയോ? ഇല്ല ഗൈസ്, ഇറങ്ങിയിട്ട് നമുക്ക് നേരെ അങ്ങ് ഓടിപ്പോവാം. കാരണം ഇത്രയും ദൂരത്തുനിന്ന് അടിച്ചാലേ പറ്റൂ. അവൻ ബിൽഡിങ്ങിനകത്തൂടെയൊക്കെ പോയി ഗൈസ്. അയ്യോ, നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങ് വന്ന്. പക്ഷേ അവനിപ്പോൾ ഇങ്ങ് വന്നായിരുന്നെങ്കിൽ. ചിലപ്പോൾ അവൻ വരും ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. കാരണം ഗൂഡ്സിലെയാണ്. സോ
സൂക്ഷിക്കണം, പക്ഷേ നമ്മൾ റിവഞ്ച് എടുത്തിരിക്കും. വാടാ വാടാ. ഹസ്തലവിസ്ത അത്രേ ഉള്ളു ഗൈസ്. നമ്മൾ അതിസാഹസികമായി കൊന്നിരിക്കുകയാണ് ഈ ജന്തുവിനെ. അതൊക്കെ അത്രേ ഉള്ളു ഗൈസ്. വായും വിളിച്ച് കിടക്കുന്ന കണ്ട, അതൊക്കെ അത്രേ ഉള്ളു. സോ ഗൈസ്, നമ്മുടെ റിവഞ്ച് കംപ്ലീറ്റഡ്. അത് മാഞ്ഞുപോയി. കുറച്ചുകൂടെ അടിക്കാനുണ്ടായിരുന്നു. എന്നാലും ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതേപോലത്തെ കണ്ടൻറ്റ് വേണമെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്തേക്കുക ഗൈസ്. അപ്പം ഇതേപോലത്തെ കുറേ വീഡിയോസിനായി സ്റ്റേ ട്യൂൺഡ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ ഗൈസ്.